പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക്, ഡെയിലി ഡെലിവറൻസ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. മക്കളെ, നമുക്ക് കുരിശ് വരച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിങ്കളാഴ്ച ദിവസം, ഒരാഴ്ചയുടെ പുതിയൊരു ദിവസം ആരംഭിക്കുക. നമ്മൾ ജോലിക്ക് പോകുന്ന ദിവസമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ പരീക്ഷ കാലഘട്ടം അടുത്തു വരുന്നത് കൊണ്ട് അവരെല്ലാവരും കൂടുതൽ പഠിക്കാനായിട്ട് കൂടുതൽ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും സമർപ്പിക്കാം. ഈ ദിവസം നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീടിനെ സമർപ്പിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു, വളരെ പ്രത്യേകം നിങ്ങളുടെ കൈക്കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക. ശൈശവ സംബന്ധമായ രോഗങ്ങൾ കൈക്കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിലുള്ള ഞെട്ടലുകളും കുഞ്ഞുങ്ങളുടെ രാത്രികാലങ്ങളിലുള്ള കരച്ചിലുകളും അവരുടെ മേലുള്ള ആ ആദിവ്യാധികളും ശൈശവ സംബന്ധമായ എല്ലാ രോഗങ്ങളും കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. അതുപോലെ നമ്മുടെ പ്രായമായ അപ്പനും അമ്മയൊക്കെ വീട്ടിലുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പലപ്പോഴും അവർ നമ്മുടെ നാട്ടിലൊക്കെ ആയിരിക്കും, നമ്മൾ പലരും ജോലി സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ അപ്പനും അമ്മയും ആ പ്രായമായവരെ കർത്താവിന് സമർപ്പിക്കുക. അവരുടെ വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ആ രോഗപീഠകളെല്ലാം വിട്ടുമാറട്ടെ. അവരുടെ സോഡിയത്തിൻ്റെ ചേഞ്ചുകളെല്ലാം അതെല്ലാം ക്രമപ്പെടട്ടെ. അവരുടെ ആദിവ്യാധികളും ദുസ്വപ്നങ്ങളൊക്കെ വിട്ടുമാറട്ടെ. ആരുമില്ല എന്നുള്ള ചിന്ത, അവരുടെ കോപം, അവരുടെ അസ്വസ്ഥത അതെല്ലാം വിട്ടുമാറട്ടെ. അവരുടെ ഒറ്റപ്പെടലുകളിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളികളൊക്കെ ഒരുപക്ഷെ ദൂരസ്ഥലങ്ങളിലായിരിക്കാം, അവർക്ക് വലിയ സംരക്ഷണം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് പോയിട്ടുള്ള നമ്മുടെ ജീവിത പങ്കാളികൾ, അവരുടെ മേൽ ഒരു ദുരാത്മാവും വരാതിരിക്കാൻ, ഒരപകടവും വരാതിരിക്കാൻ, അവരൊരു തെറ്റായ കാര്യങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ, അവർ വളരെയധികം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പല തൻ്റെതല്ലായ കാരണങ്ങൾ മൂലം വിവാഹ ബന്ധങ്ങളൊക്കെ വേർപെട്ടു പോയി ഇനിയൊരു പുതിയ ബന്ധം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവർക്ക് അനുയോജ്യമായ ഒരു ജീവിതം കിട്ടണം, അതിനവർക്ക് അവകാശമുണ്ട്. അവരുടെ ജീവിതം അങ്ങനെ വിവാഹബന്ധം പലപ്പോഴും തൻ്റെതല്ലാത്ത കാരണത്താൽ അത് തകർക്കപ്പെട്ടു പോയി. ഇനി ഇതാ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുക. കർത്താവേ, അവർക്ക് ജീവിതത്തിന് അവകാശമുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടാനും ആ തടസ്സങ്ങളെല്ലാം വിട്ടുമാറാൻ, പ്രത്യേകിച്ച് ഒരുപാട് ആൺകുട്ടികൾ കല്യാണ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. കല്യാണം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്. 40, 50, അതും 37, 38 ഒക്കെ വയസ്സായിട്ടുള്ള മക്കളുണ്ട്. അവർക്ക് അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കിട്ടണം. അപ്പൊ അവരുടെ ജീവിതത്തിന്റെ മേലുള്ള ശാപങ്ങള്, കണ്ണുവെക്കലുകള്, തടസ്സങ്ങള് യേശുനാമത്താൽ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നിരന്തരമായ കടങ്ങൾ മൂലം വേദനിക്കുന്നവരുണ്ട്. 1 കോടി കടമുള്ളവർ, അതിലധികം കടമുള്ളവർ, 50 ലക്ഷം കടമുള്ളവർ, 25 ലക്ഷം കടമുള്ളവർ, 50 ലക്ഷത്തിലധികം കടമുള്ളവർ, 10 ലക്ഷം കടമുള്ളവർ. അപ്പൊ കടം തിരിച്ചടക്കാൻ പറ്റാതെ വേദനിക്കുന്നവർ, അതിനൊരു വഴി അന്വേഷിക്കുന്നവർ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊരു പൈശാചിക പീഡയായി ആ മക്കളെ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുക. ജോലിക്ക് ലഭിക്കുന്ന പണം പല വിധത്തിൽ എങ്ങനെ പോകുന്നെന്നറിയാതെ വിഷമിക്കുന്നവർ, പല വിധത്തിലുള്ള ആവശ്യങ്ങൾ മൂലം തുച്ഛമായ വരുമാനം കൊണ്ട് വീട് നോക്കാൻ പറ്റാതെ വേദനിക്കുന്ന കുടുംബനാഥകൾ, ആ സാമ്പത്തിക മേഖലയിലെ ക്ലേശങ്ങൾ, ആ സാമ്പത്തിക മേഖലയിലെ കുരുക്കുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അതുപോലുള്ള നമ്മളുടെ കടന്നു വരുന്നുള്ള പൈശാചിക പീഡകൾ, നമ്മളെ കോപിഷ്ഠരാക്കുന്നത്, നമ്മളെ നിരാശരാക്കുന്നത്, നമ്മളെ വിഷാദ രോഗത്തിന് അടിമകളാക്കുന്നത്, അപസ്മാരത്തിന് അടിമകളാക്കുന്നത്, നിരന്തര ശ്വാസം മുട്ടൽ തരുന്നത്, സന്ധിബന്ധങ്ങളിൽ വേദന തരുന്ന എല്ലാ പൈശാചിക പീഡകളിൽ നിന്ന് അവസാനിക്കട്ടെ. ഇന്നവയെല്ലാം വിട്ടുമാറട്ടെ.
ഇത് നിരന്തരം വയറുവേദന, നിരന്തരം ഛർദില്, നിരന്തരം ദഹനത്തിന്റെ അസ്വസ്ഥതകൾ, ഇതുമൂലം വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. നട്ടെല്ല് വേദനയുള്ളവരുണ്ട്. പണിയെടുക്കാൻ പറ്റാതെ, കുനിയാൻ പറ്റാതെ വേദനിക്കുന്നവർ. വിചാരിക്കുന്ന പോലെ ഭർത്താവിന് സന്തോഷിപ്പിക്കാൻ പറ്റാത്ത ഭാര്യമാരുണ്ട്. ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ പറ്റാത്ത ഭർത്താക്കന്മാരുണ്ട്. അവര് പലവിധ രോഗങ്ങൾ മൂലം, പലവിധ അസ്വസ്ഥതകൾ മൂലം സാത്താൻ അവരെ ഇങ്ങനെ പിടികൂടിയിരിക്കുക. അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കുക. ഈ ഡെലിവറൻസ് പ്രാർത്ഥന അത്തരത്തിലുള്ള എല്ലാ മക്കളുടെ മേൽ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അച്ഛന് കർത്താവ് നൽകിയ തിരുവചനം മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 24 മുതലുള്ള വചനങ്ങളാ. ഒരു കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന വിശ്വാസത്തോടെ നീ പങ്കെടുക്കണം. അവന് നീ വിശ്വാസത്തോടെ പങ്കെടുക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ അവിശ്വാസം പരിഹരിക്കണമേ. അടുത്ത വചനം പറയുകയാണ്, ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. അശുദ്ധാത്മാവിനെ ശകാരിച്ചു. താച്ചി മോഹനം ബധിരനുമായ ആത്മാവേ, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോകുക, ഇനി ഒരിക്കലും അവനിൽ പ്രവേശിച്ചു പോകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ്. വചനം യേശുവാണ്. വചനത്തിന്റെ ശക്തി നിനക്കിന്ന് ഡെലിവറൻസ് കിട്ടും. നിന്റെ സമ്പത്തിനെ ബാധിച്ചിരിക്കുന്ന, നിന്റെ മകന്റെ പഠനത്തെ ബാധിച്ചിരിക്കുന്ന, നിന്റെ മകളുടെ പഠനത്തെ ബാധിച്ചിരിക്കുന്ന, അവരുടെ സ്വഭാവത്തെ ബാധിച്ചിരിക്കുന്ന, പെട്ടെന്ന് അവർക്കുണ്ടായ സ്വഭാവ മാറ്റങ്ങൾ അത് കൊണ്ടുവന്ന പിശാചം, മോഹനം ബധിരനുമായ ദുഷ്ടപിശാചെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന മക്കളെ തൊട്ടു പോകരുതെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ, കാത്തോലിക്ക സഭയുടെ നാമത്താൽ, ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന്, എന്റെ മെത്രാനോട് ചേർന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഈ മക്കളുടെ എല്ലാ വിധത്തിലുള്ള ബാധകൾ, എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾ, എല്ലാ വിധത്തിലുള്ള അസ്വസ്ഥതകൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. മക്കളെ, നമുക്ക് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് അണിചേരാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുക്രിസ്തുവിൽ അങ്ങോട്ട് വിശ്വസിക്കാം. അവന്റെ പവറിൽ അങ്ങോട്ട് വിശ്വസിക്കാം. പരിശുദ്ധാത്മാവിൽ അങ്ങോട്ട് നിറയട്ടെ മക്കളെ, നിറയട്ടെ. ആത്മാവ് ഇറങ്ങി വരട്ടെ. അത്യുന്നതന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ വീടിന്റെ മേൽ ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ഈ പ്രാർത്ഥന നിനക്ക് വലിയ കൃപ അങ്ങോട്ട് ഒഴുകി കിട്ടും. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ഇവരുടെ ശരീരങ്ങളെ, ഇവരുടെ ആത്മാവിനെ, ഇവരുടെ പറമ്പിനെ, ഇവരുടെ സ്വത്തിനെ, ഇവരുടെ വസ്തുവകകളെ സംരക്ഷിക്കണമെന്ന് യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. എല്ലാ ദുഷ്ടാരൂപികളോടും ഞാൻ കൽപ്പിക്കുന്നു, താച്ചി യേശി ഈ മക്കളിൽ നിന്നും വിട്ടുമാറാൻ, ഈ മക്കളിൽ നിന്നും വിട്ടുപോകാൻ യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുക. ഇവരുടെ ജീവിതത്തില്, ഇവരുടെ ശരീരങ്ങളില് രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങൾ ഉളവാക്കുന്ന സാത്താന്റെ സകലവിധ ശക്തികളിൽ നിന്ന് അവസാനിക്കട്ടെ. നിന്റെ തുനിവിന് ഇന്ന് അറുതി വരുത്താൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സാത്താനെ ഞാൻ നിന്നോട് ആവശ്യപ്പെടുക. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ മക്കളുടെ ആത്മാവിനെയോ ശരീരത്തെയോ ബാധിക്കുന്ന എല്ലാ തിന്മയുടെ കെട്ടുകളിൽ നിന്ന് ഇവരെ ഞാൻ മോചിക്കുന്നു. ഈ മക്കളെ കർത്താവിന്റെ സ്വന്തമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇനിമേൽ ഇവർ കർത്താവിന്റെ സ്വന്തമായിരിക്കട്ടെ. ഇവരുടെ പറമ്പ് കർത്താവിന്റെ സ്വന്തമാകട്ടെ. ഇവരുടെ മക്കളുടെ ജീവിതം കർത്താവിന്റെ സ്വന്തമാകട്ടെ. ഇവരുടെ ജീവിത മേഖലകൾ കർത്താവിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ മക്കളിൽ ആവസിച്ച് അവിടുത്തെ വരദാനങ്ങൾ ഈ മക്കളിൽ നിറക്കട്ടെ. കർത്താവിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണം ഇവർക്ക് കോട്ടയാകട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ
സകല മാലാഖമാരുടെ സകല വിശുദ്ധരുടെ മാധ്യസ്ഥം സംരക്ഷണവും ഈ മക്കൾക്ക് ലഭിക്കട്ടെ. അങ്ങനെ ഇവർ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതരായി അങ്ങേക്കും അങ്ങേ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും എന്നേരവും സ്തുതി സ്തോത്രം അർപ്പിക്കുവാൻ ഇടയാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നന്ദി നിറഞ്ഞ മനസ്സോടെ കർത്താവിനൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ഫോർ ദിസ് ഡെലിവറൻസ്, താങ്ക് യു ജീസസ്. ഞാൻ വിശ്വസിക്കുന്നു അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ എൻ്റെ തലമുറ, എൻ്റെ കുടുംബം രക്ഷപ്പെടുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ജീസസ്. പ്രിയപ്പെട്ട മക്കളെ, ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന പറ്റുന്ന എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം. സാധിക്കുമെങ്കിൽ ഒരു ദിവസം ഒരു 10 പേർക്കെങ്കിലും അയച്ചു കൊടുത്ത് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.